അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, അതേപോലെ വന്നോ? ഓക്കെ, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്മളെ എലമെന്ററി ഓപ്പറേഷൻസ് വെച്ചാണ്. അപ്പൊ ഇത് നമുക്ക് ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 2x2 മെട്രിക്സിന്റെയും കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, 3x3 മെട്രിക്സിന്റെയും കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇൻവേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം ഇങ്ങനെയാണ്: എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. അതായത് രണ്ട് മെട്രിക്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ഒന്ന് മറ്റേതിന്റെ ഇൻവേഴ്സ് ആണ് എന്ന് പറയാം. അതാണ് ഇൻവേഴ്സിന്റെ കൺസെപ്റ്റ്. അത് നമുക്ക് വലിയ ഉപയോഗമുള്ള സംഗതിയല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് രണ്ട് ടൈപ്പ് ഓപ്പറേഷൻ ഉണ്ട്. റോ ഓപ്പറേഷനും ഉണ്ട്, കോളം ഓപ്പറേഷനും ഉണ്ട്. ഓക്കെ, ഈ RO എന്ന് പറയുന്നത് എലമെന്ററി റോ ഓപ്പറേഷൻ, ഈ CO എന്ന് പറയുന്നത് എലമെന്ററി കോളം ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനില് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ എലമെന്ററി റോ ഓപ്പറേഷൻ ആണോ കോളം ഓപ്പറേഷൻ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പം എലമെന്ററി റോ ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റോ ഓപ്പറേഷൻസ് മാത്രമേ പെർഫോം ചെയ്യാവുള്ളൂ. ഒരു കോളം ഓപ്പറേഷൻ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നേരെ തിരിച്ച് നമ്മൾ എലമെന്ററി കോളം ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ റോ ഓപ്പറേഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? ഈ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പം റോ ഓപ്പറേഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മാത്രം, കോളം ഓപ്പറേഷൻ ആണെങ്കിൽ അത് മാത്രം. പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ എന്നാ ഇവിടെ പെട്ടെന്ന് കോളം ചെയ്യുമ്പോൾ അതായിരിക്കും എളുപ്പം തോന്നുന്ന സാഹചര്യങ്ങൾ വന്നാലും അങ്ങനെ ചെയ്യരുത്. തിരിച്ച് ചെയ്യാൻ പാടില്ല. ചെയ്താൽ ഉത്തരം തെറ്റിപ്പോകും. ഓക്കെ, ഇനി എലമെന്ററി റോ ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ A is equal to IA എന്നായിരിക്കും സ്റ്റേറ്റ്മെന്റ്. കോളം ഓപ്പറേഷൻ ആണെങ്കിൽ സാധാരണ A is equal to AI എന്നാണ് എഴുതുന്നത്. ഞാൻ ഇവിടെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് റോ ഓപ്പറേഷൻ ചെയ്യാനായിട്ടാണ്. അപ്പൊ ഞാൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ മെട്രിക്സ് A is equal to 1 -1 2 3. ഇതാണ് തന്നിരിക്കുന്ന മെട്രിക്സ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയിലേക്ക് എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കണം: A is equal to IA എന്നെഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന A എന്താണെന്ന് എഴുതുക. തന്നിരിക്കുന്ന A 1 -1 2 3. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഏത് I യൂസ് ചെയ്യണം? മറ്റേ എലമെന്ററി റോ ഓപ്പറേഷൻ അല്ല, I എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് I? ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഏത് ഐഡന്റിറ്റി മെട്രിക്സ് യൂസ് ചെയ്യണമെന്നാണ്? 2x2 യൂസ് ചെയ്യണോ? 3x3 യൂസ് ചെയ്യണോ? ഏത് യൂസ് ചെയ്യണം? 2x2 യൂസ് ചെയ്യണം. ഓക്കെ, കാരണം ബാക്കിയെല്ലാം 2x2 ലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ 2x2 മെട്രിക്സ് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, 2x2 ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഇങ്ങനെ ഇരിക്കും. ഇനി ഈ A ആയിട്ട് തന്നെ കിടന്നാൽ മതി. അതിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇവിടെ A പെറുക്കി എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇവിടെ A എന്ന് തന്നെ എഴുതിയാൽ മതി. അങ്ങനെ എഴുതുമ്പോൾ വേറൊരു കാര്യം ഓർക്കണം, എപ്പോഴും ആ A മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ ഓർത്തോണം. അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ അത് വിട്ടുപോരുത്. ഓക്കെ, ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ A is equal to IA എന്നാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ റെഡ്യൂസ് ചെയ്ത് A ഇൻവേഴ്സ്, സോറി നോട്ട് A ഇൻവേഴ്സ്, I is equal to A inverse A എന്ന ഫോമിലേക്ക് കൊണ്ടുവരും. I is equal to A inverse A. മനസ്സിലായോ? അതായത് A എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് I എന്ന മെട്രിക്സിലേക്ക് റെഡ്യൂസ് ചെയ്യും. ആ സമയത്ത് സെയിം ഓപ്പറേഷൻസ് നമ്മൾ റൈറ്റ് സൈഡിലും പെർഫോം ചെയ്യും. അന്നേരം ഇവിടെ കിടക്കുന്ന ഈ മെട്രിക്സിലെ മെട്രിക്സ് I, ഈ I A ഇൻവേഴ്സിലേക്ക് റെഡ്യൂസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ വിചാരിക്കാം, നമ്മൾ ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ എഴുതി അല്ലെ, A is equal to IA എന്ന് ക്വസ്റ്റ്യൻ എഴുതി. ഇനി എന്താണ് നമ്മുടെ എയിം? ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ മെട്രിക്സിലെ ഇതിനെ ഐയിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒന്നോടെ പറഞ്ഞേക്കാം. നമ്മൾ എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? എലമെന്ററി റോ ഓപ്പറേഷൻ ആണോ കോളം ഓപ്പറേഷൻ ആണോ എന്ന് ആദ്യം ഫിക്സ് ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് റോ ഓപ്പറേഷൻ ചെയ്യാനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മുഴുവൻ റോ ഓപ്പറേഷൻസ് മാത്രമേ പെർഫോം ചെയ്യാവുള്ളൂ. ഡോണ്ട് മിക്സ് വിത്ത് കോളം ഓപ്പറേഷൻസ്. ഓക്കെ, അതൊരു മസ്റ്റ് ആണ്.
ഇനി നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത് ഇൻ കേസ് ഓഫ് എലമെന്ററി റോ ഓപ്പറേഷൻ എ ഇസ് ഈക്വൽ ടു ഐ എ എന്നാണ്. അവിടെ നിന്ന് നമ്മൾ ആ മെട്രിക്സിനെ ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്യണം. ഐ ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എയിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അതായത് എയിലും ഐയിലും ഒരേ സമയം നമ്മൾ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്ത് പോരുവാണ്. അതാണ് നമ്മുടെ രീതി. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് ഇത് ചെയ്തു പോരുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഇപ്പം 2x2 മെട്രിക്സിന്റെ കേസിൽ എനിക്ക് പൊസിഷൻ ഇങ്ങനെ എഴുതാം: A11, A12, A21, A22. ഇതാണ് പൊസിഷൻ അല്ലെ? അപ്പൊ നിങ്ങള് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് തരാം. ആദ്യം ചെയ്യേണ്ടത് ഇതാ, A11 എന്ന് പറയുന്ന പൊസിഷൻ ശരിയാണോ എന്ന് ആദ്യം നോക്കുക. അത് കഴിഞ്ഞ് A21 നോക്കുക, ദെൻ A22 ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് A12 ചെക്ക് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ഈ കിടക്കുന്ന മെട്രിക്സ് കണ്ടോ, ഇത് കണ്ടോ, ഇതിനെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അർത്ഥം ഈ പൊസിഷനിൽ 1 വരണം, ഈ പൊസിഷനിൽ 0 വരണം, അഗെയിൻ ഈ പൊസിഷനിൽ 0 വരണം, ഈ പൊസിഷനിൽ 1 വരണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കറക്റ്റ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ എലമെന്റ് നോക്കുക, A11 നോക്കുക. A11ന്റെ അവിടെ 1 ആണോ അല്ലയോ എന്ന് ആദ്യം നോക്കുക. 1 ആണോ? അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്പറേഷൻ ഒന്നും അവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അവിടെ 1 ആണ്. ഓക്കെ. ഇനി അവിടെ 1 അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 1 ആക്കണം. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇവിടെ ഇപ്പൊ 1 ആണ്. ഓക്കെ, ഇവിടെ 1 ആണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തൊട്ട് താഴത്തെ പൊസിഷനാണ് നോക്കേണ്ടത്. ഇങ്ങോട്ടല്ല പോകേണ്ടത്, ഇങ്ങോട്ടാട്ടോ നോക്കേണ്ടത്. ഓക്കെ, ഈ പൊസിഷനിൽ ഇപ്പൊ നിൽക്കുന്ന എലമെന്റ് ഏതാണ്? 2. ഇനി അതിനെ ഏത് എലമെന്റ് ആക്കി മാറ്റണം? 0. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. ഇപ്പൊ നിൽക്കുന്ന എലമെന്റ് ഏതാണ്? ഏത് എലമെന്റ് ആക്കി മാറ്റണം? ഇപ്പൊ നിൽക്കുന്നത് 2 ആണ്, നമുക്ക് ഇതിനെ 0 ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ 3 ടൈപ്പ് എലമെന്ററി ഓപ്പറേഷൻസ് പഠിച്ചു അല്ലെ? 3 ടൈപ്പ് എലമെന്ററി ഓപ്പറേഷൻ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, ഏത് അപ്ലൈ ചെയ്താൽ, ഏത് ടൈപ്പ് അപ്ലൈ ചെയ്താൽ ശരിയാകും എന്നൊന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കാം. ഇപ്പൊ ഒരു ഹിന്റ് തരാം. ഇവിടെ എക്സ്ചേഞ്ച് ചെയ്താൽ എവിടെയെങ്കിലും 0 ആവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എവിടെയെങ്കിലും 0 ഉണ്ടോ? കറസ്പോണ്ടിങ് റോ പൊസിഷനിൽ 0 ഉണ്ടോ? ഇല്ല അല്ലെ? ഇനി എക്സ്ചേഞ്ച് ചെയ്തിട്ടും കാര്യമില്ല, അന്നേരം ഇവിടുത്തെ 1 മാറിപ്പോകും അല്ലെ? അപ്പൊ നമ്മൾ ബാക്കി ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ ആദ്യം ശരിയാക്കിയ എലമെന്റ്സിനെ ബാധിക്കാൻ പാടില്ല. ഇതൊരു പസില് പോലെയാണ് കേട്ടോ, അങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഹലോ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താലോ? ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, ഏത് നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താലാണ് 2 0 ആകുക എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏത് നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 ആവും? അത് പറ്റത്തില്ല. അതും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 2 ഒരിക്കലും 0 ആകില്ല. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ആ മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ്. കറക്റ്റ് ആണോ? മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ മൂന്നാമത്തെ ഓപ്പറേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഓർക്കേണ്ടത്. മൂന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് വരേണ്ടത് ഏത് റോയ്ക്കാണ്, അല്ലെങ്കിൽ ആ 2 ഇരിക്കുന്നത് ഏത് റോയിലാണ്? റോ 1ലാണോ റോ 2ലാണോ? റോ 2ലാണ് ഇരിക്കുന്നത്. റോ 2വിനാണ് ചേഞ്ച് വരേണ്ടത്. ഇത്രയും കറക്റ്റ് ആണോ? R2 ചേഞ്ചസ് ടു R2. ഇനി എന്ത് ചെയ്യണം നിങ്ങളുടെ എഴുതിയാൽ മതി. ഞാനിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം: -2 R1. R2 ചേഞ്ചസ് ടു R2 -2 R1. ഒരു കാര്യം ചെയ്യാവോ? നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഈ മെട്രിക്സിനകത്ത് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാവോ? ആദ്യത്തെ മെട്രിക്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തപ്പോ കിട്ടിയത് ഇങ്ങനെയാണ്: 1 -1 0 5. ഇതല്ലേ കിട്ടിയത് എല്ലാവർക്കും? അതെ. ഇനി നമുക്ക് ഇവിടെ മാത്രം ഈ എലമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പറയില്ലേ, ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും അപ്ലൈ ചെയ്യണം എന്ന് പറയുന്ന പോലെ ഈ മെട്രിക്സിനകത്തും നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് ഐഡന്റിറ്റി മെട്രിക്സിനകത്തും സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. നിങ്ങൾ ഐഡന്റിറ്റി മെട്രിക്സിനകത്ത് അതേ ഓപ്പറേഷൻ, അതായത് R2 ചേഞ്ചസ് ടു R2 -2 R1 ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മീട്ടുവിന് കിട്ടിയതെന്ന് വായിച്ചു. മീട്ടു ഒന്നുകൂടെ മുഴുവൻ മെട്രിക്സ് വായിച്ചു, റോ ആയിട്ട് വായിക്കണേ. 1 0 -2 1.
1 0 minus 2 1 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മുടെ രണ്ട് പൊസിഷൻസ് ശരിയായി. ദാ ഈ പൊസിഷൻ ശരിയായി, ഈ പൊസിഷൻ ശരിയായി, 1 ഉം 0 ഉം വന്നു. ഓക്കെ, ഇനി നമ്മൾ ശരിയാക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ A22 എന്നുള്ള പൊസിഷൻ ആണ്. ഇവിടെ A22 എന്നുള്ള എലമെന്റ് പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റ് ഏതാ? ഏത് എലമെന്റ് ആണ്? ആദ്യത്തെയാണോ? ആദ്യത്തെ മെട്രിക്സിന്റെ 3 ആണോ? ഇനി നമ്മൾ ശരിയാക്കിയ മെട്രിക്സിലേക്ക് വേണം നോക്കാൻ. അവിടെ നമ്മൾ കണ്ടത് 5 ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഈ 5ന്റെ സ്ഥാനത്തേക്ക് നമുക്ക് ആരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ 5നെ എന്താക്കണം? 1 ആക്കണം. 1 ആക്കണം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ആലോചിക്കാം 5നെ 1 ആക്കാൻ ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ പറ്റും എന്നാലോചിക്കാം. 5നെ 1 ആക്കണം. സോനു പറഞ്ഞ ശരിയാണ്. R2 ചേഞ്ചസ് ടു R2 by 5 ചെയ്താൽ അങ്ങനെ ചെയ്യുമ്പം 0 by 5 എന്ന് പറയുന്നത് അഗെയിൻ 0 ആണ്. അപ്പൊ ആ 0യെ അഫക്ട് ചെയ്യില്ല. പിന്നെ 5 divided by 5 എന്ന് പറയുന്നത് 1 ആകുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ ഓപ്പറേഷൻ നിങ്ങളുടെ ഈ രണ്ട് മെട്രിക്സിലും അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് എന്താന്ന് പറയാം. എന്നെ കിട്ടിയെന്നുള്ളത് സോനു വായിച്ചു. റൈറ്റ് സൈഡിലല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ എ കൊണ്ട്? ആദ്യം ലെഫ്റ്റ് ഹാൻഡ് വായിച്ചു. 1 minus 1 നേരെ നേരെയാണ്. ഓക്കെ, 0 1. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും എന്ന് പറഞ്ഞേ? 1 0 1 0 minus 2 by 5 minus 2 by 5 1 by 5 1 by 5 into a. ഇത് മറന്നു പോകരുത് കേട്ടോ, into a. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇനി നമുക്ക് ഏത് എലമെന്റാ ശരിയാക്കാനുള്ളേ? ഒരു എലമെന്റോട് ശരിയാക്കിയാൽ നമ്മുടെ പരിപാടി തീർന്നു. -1 ശരിയാക്കണം. ഈ -1നെ എന്താക്കണം? 0 ആക്കണം. അങ്ങനെ -1നെ നമ്മൾ 0 ആക്കുമ്പോൾ നമ്മൾ ശരിയാക്കി ഈ 1ഓ 0യോ ഈ 1ഓ ഒന്നും മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, ഇത് മാറിപ്പോവുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ 0 ആക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? R1 ചേഞ്ചസ് ടു R1 plus R2 ചെയ്യുമ്പോൾ ആൻസർ ആവും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തേ, R1 plus R2 ചെയ്യണം. ഏതൊക്കെ മെട്രിക്സ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലെ മെട്രിക്സിലും ചെയ്യണം, റൈറ്റ് സൈഡിലെ മെട്രിക്സിലും ചെയ്യണം. രണ്ട് മെട്രിക്സിലും ഒന്ന് ചെയ്ത് നോക്കിക്കേ, എങ്ങനെ ആൻസർ വരുമെന്ന് നോക്കാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മീറ്റൊന്ന് വായിച്ചു, എന്ത് വരുമെന്ന് രണ്ടും വായിച്ചു. ലെഫ്റ്റ് 1 0 0 1 1 0 0 1, റൈറ്റ് 3 by 5 1 by 5 1 by 5 minus 2 by 5 -2 by 5 1 by 5 1 by 5. ഓക്കെ, എ ഇട്ടായിരുന്നു. എ മറന്നു പോരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് ആദ്യം തന്നിരുന്നത് A is equal to IA ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ I is equal to A inverse A യിലേക്ക് റെഡ്യൂസ് ചെയ്തു. ശരിയല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പൊ നമുക്ക് I വന്നില്ലേ നോക്കിക്കേ, ഇത് I അല്ലേ? ഇത് I ആണ്, ഇത് A ആണ്. അപ്പൊ ഇത് A ഇൻവേഴ്സ് ആണ്. അതായത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ തന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് ഏത്? ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന സംഭവം. അപ്പൊ നിങ്ങൾക്ക് ഒന്നോടെ ആൻസർ എടുത്തെഴുതാം. A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇത് എടുത്തെഴുതിയാൽ പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ അതുകൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് ഞാൻ ആദ്യം മുതൽ ആ സ്റ്റെപ്പ് മാത്രം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. 2/2 ചെയ്യുന്ന കേസിൽ ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടാണ് ഒന്നുകൂടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് എഴുതണമെങ്കിൽ എഴുതാം ഈ സമയം കൊണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് A is equal to IA എന്ന് എഴുതുക. ഇതിനകത്ത് നമ്മൾ I is equal to A inverse A എന്നാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഈ എലമെന്റ് ചെക്ക് ചെയ്യുക. ഈ എലമെന്റ് 1 ആണോ എന്ന് നോക്കുക. അതെ, നമ്മുടെ എലമെന്റ് 1 ആണ്. അതുകൊണ്ട് ആ പൊസിഷൻ ശരിയാക്കണ്ട. ഇനി നമ്മൾ നേരെ ഈ എലമെന്റ് ചെക്ക് ചെയ്യുക. ഇവിടുത്തെ എലമെന്റ് 0 ആക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് എലമെന്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്തു? R2 ചേഞ്ചസ് ടു R2 minus 2 R1. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ സ്റ്റെപ്പിൽ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പറേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഇതുപോലൊരു ഓപ്പറേഷനെ ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? 1 - 1 0 5 എന്ന് കിട്ടും. ശരിയല്ലേ? അതേ ഓപ്പറേഷൻ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും അപ്ലൈ ചെയ്യുമ്പോൾ 1 0 - 2 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? A ഇടാൻ മറന്നു പോരുത്. ഓക്കെ, ഇനി നമുക്ക് ശരിയാക്കേണ്ടത് ഈ പൊസിഷനിലെ എലമെന്റ് ആണ്. ഈ പൊസിഷൻ 1 ആക്കണം.
ഈ പൊസിഷൻ 1 ആക്കാൻ നമുക്ക് ഒരേ ഒരു ഓപ്പറേഷനെ പോസിബിൾ ആയിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഓപ്പറേഷൻ ഈസ് R2 ചേഞ്ചസ് ടു R2 by 5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 -1 0 1. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? 1 0 -2 by 5 1 by 5 എന്ന് കിട്ടും. എ ഇടാൻ വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ശരിയാക്കേണ്ടത് ഈ ഒരു പൊസിഷൻ ആണ്. ഈ പൊസിഷൻ ശരിയാക്കാനായിട്ടുള്ള ഒരേ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 ആണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? ഇത് ചെയ്യുമ്പോൾ 3 by 5 1 by 5 then -2 by 5 then 1 by 5 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഒരു എയും കാണും. ഓക്കെ, പിന്നെ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് എത്രയാണെന്നായിരുന്നു. അപ്പൊ ഇത് നമ്മളിപ്പോ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് I is equal to A inverse A എന്നുള്ള ഫോമിലേക്കാണ്. സോ എനിക്ക് ഇവിടുന്ന് എ ഇൻവേഴ്സ് എത്രയാന്ന് പറയാം. എ ഇൻവേഴ്സ് is equal to 3 by 5 1 by 5 -2 by 5 then 1 by 5. ഇതാണ് എന്റെ എ ഇൻവേഴ്സ്. ഓക്കെ, ഇത്ര എഴുതിയാൽ ആൻസർ പെർഫെക്റ്റ് ആയി. അപ്പൊ നമ്മുടെ 2x2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ മാക്സിമം 4 എലമെന്ററി ഓപ്പറേഷൻ ചെയ്താൽ മതി. മാക്സിമം 4, മിനിമം 3 എണ്ണവും വരും. ഓക്കെ, 3 എണ്ണം ചിലപ്പോൾ വരണമെന്നില്ല, മാക്സിമം 4 എണ്ണേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ 4 എലമെന്ററി ഓപ്പറേഷൻ അതിന് ഏകദേശം എല്ലായ്പ്പോഴും തന്നെ ഈ ഒരു സ്ട്രക്ചറും ആയിരിക്കും കേട്ടോ. മിക്കപ്പോഴും തന്നെ ഒരു 90% ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ആദ്യം ഒരു മൂന്നാമത്തെ നമ്മൾ തേർഡ് പഠിച്ച ഓപ്പറേഷൻ, ദെൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഗെയിൻ ലാസ്റ്റ് ഓപ്പറേഷൻ, അതായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്തും സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. എന്റെ മെട്രിക്സ് എ എന്ന് പറയുന്ന ഇതാണ്. എ ഇസ് ഈക്വൽ ടു 1 3 2 7. ഇതാണ് തന്നിരിക്കുന്ന എ 1 3 2 7. അപ്പൊ നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന എ ഇസ് ഈക്വൽ ടു IA എന്ന് എഴുതുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് കേട്ടോ. എ ഇസ് ഈക്വൽ ടു IA. അപ്പൊ എങ്ങനെ എഴുതാം? 1 3 2 7 ഇസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ എന്ന് എഴുതുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിന് തന്നെ മാർക്കുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് റെഡ്യൂസ് ചെയ്യണം? റെഡ്യൂസ് ചെയ്യേണ്ടത് I ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് A എന്നതിലേക്കാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു മെട്രിക്സിനെ നമുക്ക് 1 0 0 1 ആക്കി മാറ്റണം. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഈ പൊസിഷൻ, ദെൻ ഇത്, ലാസ്റ്റ് ഈ പൊസിഷന് ശരിയാക്കുക. തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ആദ്യത്തെ ഓപ്പറേഷൻ ഏത് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞേ? സോനു പറഞ്ഞു. അതായത് ഇപ്പൊ ഈ 2 എന്നുള്ള പൊസിഷനെ 0 ആക്കാൻ ഏത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം? R2 is equal to R2 changes to is equal to R2 changes to R2 minus 2R1. R2 minus 2R1. അപ്പൊ എന്താണോ ഈ പൊസിഷനിൽ കിടക്കുന്നത് അതേ എലമെന്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ R1നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും. 1 3 0 1 എന്ന് കിട്ടും അല്ലെ? 1 3 0 1 is equal to റൈറ്റ് സൈഡിൽ എന്ത് വരും? 1 0 0 minus 2 1 minus 2 1 എന്ന് വരും. ഓക്കെ, ഇവിടെ എ ഇടാൻ വിട്ടുപോകരുത്. ഇനി നമുക്ക് അടുത്ത പൊസിഷൻ നോക്കണം. അടുത്ത പൊസിഷനിൽ ഇപ്പൊ ഇവിടെ എന്താ കിടക്കുന്നത്? 1 ആ കിടക്കുന്നത് അല്ലെ? അപ്പൊ ആ 1 1 ആയിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അവിടെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടോ? അപ്പൊ ഇല്ല. അപ്പൊ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ആയി കിട്ടി. ഇനി അടുത്ത ഇത് നോക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ 3യെ നമുക്ക് 0 ആക്കണം. ശരിയല്ലേ? 3യെ 0 ആക്കണം. 3യെ 0 ആക്കാനായിട്ട് R1നാണ് ചേഞ്ച് വരേണ്ടത്. R1 ചേഞ്ചസ് ടു R1 മൈനസ്, ഇത്രയും ഒരു കോൺസ്റ്റന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണോ ഇവിടെ കിടക്കുന്ന എലമെന്റ്, 3 ആണ് ഇവിടെ കിടക്കുന്ന എലമെന്റ്, അതുകൊണ്ട് അടുത്ത റോയെ മൾട്ടിപ്ലൈ ചെയ്യാം. R1 ചേഞ്ചസ് ടു R1 മൈനസ് 3R2. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 0 0 1. റൈറ്റ് സൈഡിൽ എന്ത് വരും നോക്കിക്കേ? -2 1 ഇവിടെ നിൽക്കും. പോയിട്ട് 1 + 6 7 വരും. 0 - 3 വരും അല്ലെ? ഇങ്ങനെയാണോ കിട്ടിയേ? ഓക്കെ, അപ്പൊ സോ വാട്ട് ഇസ് എ ഇൻവേഴ്സ്? -3 -2 1. 7 - 3 - 2 1. ഇതാണ് എ ഇൻവേഴ്സ്.
ഓക്കെ, അപ്പം ശരിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. No. ഓക്കെ, അപ്പൊ ഇനി വേറെ ക്വസ്റ്റ്യൻ തരാം. ഇപ്പോഴത്തെ കേസിലൊക്കെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് ഓൾറെഡി ശരിയായിരുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ശരിയല്ല. അപ്പം ആദ്യം ആ ഫസ്റ്റ് എലമെന്റ് എങ്ങനെ ശരിയാക്കാം എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഫസ്റ്റ് എലമെന്റ് എങ്ങനെ ശരിയാക്കാം? ആദ്യം തന്നെ ഇതിനെ നമ്മുടെ വേണ്ട ഫോമിൽ എഴുതുക. ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ എഴുതണം കേട്ടോ ഇത്. ഓക്കെ, ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പൊസിഷനെ എന്താക്കണം കേട്ടോ? ഈ പൊസിഷൻ ഇപ്പൊ 2 കിടക്കുന്ന പൊസിഷനിൽ എന്ത് വരണം? 1 വരണം അല്ലെ? നമ്മൾ എങ്ങോട്ടാ റെഡ്യൂസ് ചെയ്യുന്നത്? അത് വിട്ടുപോരുത്. നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് ദാ 1001 റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? അത് വേണമെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അപ്പൊ ഈ പൊസിഷനിൽ എന്ത് വരണം? 1 വരണം. ഈ പൊസിഷനിൽ എങ്ങനെ 1 വരും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. R1 minus 2R1 അല്ല R1 അല്ല 2R2. ഒന്നുകൂടെ ആലോചിച്ച്. R1 minus 2R2 ചെയ്താൽ 0 ആയി പോയില്ലടാ. മാറിപ്പോയതാ. R1 minus R2 അല്ലേ? R1 minus R2. ഇനി വീട്ടിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇവിടെ നമുക്ക് 3 എലമെന്ററി ഓപ്പറേഷൻ ചെയ്താലും 1 ആകും എന്നുള്ളതാണ് സത്യം. ഞാൻ ഓരോന്നായിട്ട് പറയാം. ദാ R1 ഇന്റർചേഞ്ചസ് വിത്ത് R2. ഒന്ന് നോക്കിക്കേ, അവിടെ 1 ആയില്ലേ? 1 ആവും. ഇനി നീ പറഞ്ഞതുപോലെ R1 ചേഞ്ചസ് ടു R1 മൈനസ് R2. 1 ആയില്ലേ? 1 ആവും. ഇനി R1 ചേഞ്ചസ് ടു R1 by 2. ഇതും 1 ആയില്ലേ? 3 ഓപ്പറേഷനും പെർഫോം ചെയ്യാം. പക്ഷെ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിന്റെ കാരണം എന്തറിയോ? ഇവിടെ നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിയുമ്പം ഇവിടെയൊക്കെ ഡിവിഷൻ കയറി വരില്ലേ? പിന്നെ നമുക്ക് കാൽക്കുലേഷനിൽ എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഡിവിഷൻ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ഓക്കെ, പോയിട്ട് ഇതിൽ രണ്ടില് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ സോനുവിന് ആദ്യം തോന്നിയത് R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 എന്നല്ലേ? അപ്പൊ നീ അത് വെച്ച് കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല. ഇനി മീട്ടുവിന് തോന്നിയത് ഓക്കെ, മീട്ടു കുഴപ്പമില്ല, R1 ഇന്റർചേഞ്ചസ് വിത്ത് R2 വെച്ചൊന്ന് ചെയ്യാവോ? അപ്പം R1 ഇന്റർചേഞ്ചസ് വിത്ത് R2 എന്ന് പറയുമ്പം റോ 1നെയും റോ 2നെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ചെയ്ത് നോക്കിക്കേ. ആദ്യത്തെ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുമ്പം 1 1 2 1. ഓക്കെ, അത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും അപ്ലൈ ചെയ്യണം, മറന്നു പോരുത്. അപ്പം 0 1 1 0 എയും ഇടാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചേ. R2 changes to R2 minus 2R1. ഓക്കെ, ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോ എന്താ കിട്ടുന്നേ? അപ്ലൈ ചെയ്തായിരുന്നു? ചെയ്ത് നോക്കിയോ? പതുക്കെ ചെയ്തു. ലെഫ്റ്റ് സൈഡ് ശരിയാണ്. 1 1 0 മൈനസ് 1 കറക്റ്റ് ആണ്. ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ത് വരും എന്ന് പറഞ്ഞേ? 0 1 0 1 1 0 0 1 1 0 ആണോ? ഒന്നോട് നോക്കിക്കേ. ഏതാ വരുന്നേ? -2 -2 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏത് പൊസിഷനും കൂടെ ശരിയായാൽ മതി എന്നൊന്ന് ആലോചിച്ചേ. ഇനി -1 അല്ല -1 അതാണ് ശരിയാക്കണ്ടത്. ആദ്യം ഇതാ ശരിയാക്കണ്ടേ. അതെ, -1 എന്താവണം? 1 ആവണം. -1 1 ആവണം. അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? -1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ? -1 കൊണ്ട് ഇൻറ്റു ചെയ്യോ, -1 കൊണ്ട് ഡിവൈഡ് ചെയ്യോ, എന്ത് ചെയ്താലും മതി. ഓക്കെ, അത് ഒരേ സാധനമാണ്, ഒരേ സ്റ്റെപ്പാണ്. അപ്പൊ എന്ത് വരും? എങ്ങനെയാ ഓപ്പറേഷൻ വരിക? R2 ചേഞ്ചസ് ടു R2 changes to -1 0 1. ഒരു മിനിറ്റ്. R2 into -1 ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ മുഴുവൻ മെട്രിക്സ് വായിച്ചേ. 1 0 0 1 1 0 1 അല്ലേ? ഇത് ശരിയായില്ലല്ലോ ഇതുവരെ. അത് 1 1 0 1 1 0 1. ഓക്കെ, ഇപ്പറ എന്ത് വരും? അത് -0 1 0 1
-1 -1 -2 -2 into -1 അല്ലേ? അപ്പൊ എന്ത് വന്നു? 2 2 വന്നു. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ ഇച്ചിരൂടെ. 0 1 -1 2 എന്ന് വരും. ഓക്കെ, ഇനി ഒരു പൊസിഷനൂടെ ശരിയാക്കിയാൽ മതി. ഏതാ പൊസിഷൻ? 1 1നെ എന്താക്കണം? 0 ആക്കണം. 0 ആക്കണം. ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യാന്നൊന്ന് ആലോചിച്ച്. എന്താണ് അവിടെ വരുന്ന എലമെന്ററി ഓപ്പറേഷൻ? മൊത്തത്തിലൊന്ന് വായിച്ചേ. R1 - R2 R1 changes to R1 minus R2. അത് ചെയ്യുമ്പോ എന്താ കിട്ടണെന്ന് പറഞ്ഞേ? ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡ് ശരിയാണ്. 1 0 0 1. ഇനി റൈറ്റ് സൈഡ് എന്ത് വരും എന്ന് പറഞ്ഞേ? റൈറ്റ് സൈഡ് എന്ത് വരും? 1 1 -1 -1 -1 2 2 കറക്റ്റ് ആണ്. 1 -1 -1 2 ഇതാണ് റൈറ്റ് സൈഡ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എ ഇൻവേഴ്സ്? ഇനി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 0 1 അല്ല 1 -1 2 അതാണ് എ ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് എ ഇൻവേഴ്സ്. ഇപ്പൊ ഏകദേശം ഒരു ധാരണ വന്നില്ലേ?